शिवे सर्वार्थ साधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते। ഞാനിപ്പോൾ ഉള്ളത് ആലുവ അടുത്തുള്ള തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇവിടെ ഏറ്റവും വിശേഷപ്പെട്ട കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസത്തേക്ക് ഇവിടുത്തെ ശ്രീ പാർവതി ദേവിക്ക് വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. ഇവിടെ നിന്നും ഉള്ള ഫലം നേടുന്നതിനുമായിട്ട് നിരവധി ഭക്തജനങ്ങളാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും ഉള്ളത്. വർഷത്തിൽ വെറും 12 ദിവസം മാത്രം പാർവതി ദേവിയുടെ നട തുറക്കുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തെ ലോക പ്രശസ്തമാക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ തുടങ്ങി 12 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഈ പുണ്യവേളയിൽ ലോകമാതാവായ ശ്രീ പാർവതിയുടെ അനുഗ്രഹം തേടി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തുന്നത്. ദാമ്പത്യ സൗഖ്യത്തിനും മംഗല്യഭാഗ്യത്തിനും സർവ്വ ഐശ്വര്യത്തിനുമായി ഭക്തർ കാത്തു നിൽക്കുന്ന ആ 12 ദിനങ്ങളാണ് ഇപ്പോഴിവിടെ. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പരമശിവനും പാർവതിയും തമ്മിലുള്ള മനോഹരമായ ഒരു ബന്ധത്തിന്റെ കഥയാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിന് സാക്ഷാൽ വരരുചിയുടെ കാലത്തോളം പഴക്കമുണ്ട്. അതായത് വരരുചിയുടെ മക്കളായിട്ടുള്ള അകവൂർ ചാത്തൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരുടെ കാലഘട്ടത്തോളം ഈ ക്ഷേത്രത്തിന് പഴക്കമുണ്ട്. അത് അകവൂര്, വെടിയൂര്, വെൺമണി അങ്ങനെ ഒരു 3 ഇല്ലക്കാരുടെ ചുമതലയോട് കൂടി ഈ ക്ഷേത്രം നടക്കുമ്പോൾ അന്നിവിടെ പറഞ്ഞു കേൾക്കുന്നത് ആ കാലഘട്ടത്തില് മഹാദേവനുള്ള നിവേദ്യം തയ്യാറാക്കിയിരുന്നത് ശ്രീ പാർവതി ദേവി സ്വയം ചെയ്തിരുന്നാണ് പറയുന്നത്. അപ്പൊ അത് പൂജയുടെ സമയമാകുമ്പോൾ നേദ്യമൊക്കെ അകത്തേക്ക് വരും. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരാള് ഒളിഞ്ഞു നോക്കിയതാണ്. ഒരു നമ്പൂരി തന്നെ തടപ്പള്ളിയിലേക്ക് വെച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ സർവാലങ്കാര വിഭൂഷിതയായിട്ട് ശ്രീ പാർവതി ദേവി നിവേദ്യം തയ്യാറാക്കുകയാണ്. അത് ഭഗവതി കണ്ടു. അപ്പോ ഭഗവതിക്ക് ഇത്തിരി ചുണ്ടിയൊക്കെ വന്നു. അപ്പൊ ഞാൻ ഇന്ന് പോവുകയാണ്, ഇനി ഉണ്ടാവില്ല, ഈ സാധാരണ പോലത്തെ കാര്യം മതി, ഇനി ഞാൻ ഉണ്ടാവില്ല. അത്ര എല്ലാവരും അതേപോലെ ഭഗവതി കാൽ പിടിക്കൽ നിരപ്പി ഇതൊക്കെ ആയപ്പോൾ പറഞ്ഞു കൊല്ലത്തിൽ 12 ദിവസം ഞാൻ ഭക്തന്മാർക്ക് ദർശനം കൊടുക്കാനായിട്ട് ഇവിടെ ഉണ്ടാവും, ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവില്ല എന്ന്. അങ്ങനെയാണ് ഇവിടെ ഈ നടപ്പിന്റെ ഒരു ഇത് വന്നത്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ വൈകുന്നേരം ക്ഷേത്രം തന്ത്രിയുടെയും സാന്നിധ്യത്തിൽ പള്ളിയറയുടെ പൂട്ടു തുറക്കുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകുന്നു. ഈ 12 ദിവസം ദേവി അതീവ പ്രസന്നവതിയായി ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്നാണ് സങ്കല്പം. കൂടാതെ ദേവിയുടെ പ്രധാന വഴിപാടുകളും ഭക്തർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഏറ്റവും പ്രാധാന്യം വിവാഹ വിഷയങ്ങൾ അത് നമുക്ക് എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ തിരുവാതിര നക്ഷത്രത്തിലും ഇവിടെ നടത്തുന്നുണ്ട്. അപ്പം അത് വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സകുടുംബം വന്നിരുന്ന് ആ പൂജയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഫലമുള്ള ഒന്നാണ് ആവശ്യമില്ല. പിന്നെ ഈ ചില വിവാഹ തടസ്സങ്ങളുണ്ടാവും, ജാതക ദോഷം അല്ലെങ്കിൽ ജന്മ ദുരിതങ്ങളെ കൊണ്ടൊക്കെ നീണ്ടുപോവുക അല്ലെങ്കിൽ തടസ്സങ്ങൾ വരിക. അങ്ങനെയുള്ള എല്ലാ വെള്ളിയാഴ്ചയും വേളിയോത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയത്തിലെ ഓത്താണത്. ആ വേളിയോത്ത് ചൊല്ലി ഭഗവതിക്ക് പുഷ്പാഞ്ജലി കഴിക്കുന്ന ചടങ്ങുണ്ട്. അത് താന്ത്രിക വിധി പ്രകാരമൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ദോഷങ്ങളൊക്കെ തീർന്ന് എത്രയും വേഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് വരും. പിന്നെന്താ ഏറ്റവും മനുഷ്യന് പിന്നാലിട്ടുന്ന വലിയൊരു വിഷയം രോഗാവസ്ഥയാണ്. ഇതൊരു പരിധിവരെ രോഗമില്ലാത്ത ആൾക്കാർ ആരാന്ന് ചോദിച്ചാൽ ആരുമില്ല, എല്ലാവർക്കും അസുഖങ്ങളൊക്കെ. അപ്പൊ ഈ സർവ്വരോഗ ശമന മന്ത്രാർച്ചനയായിട്ട് നമ്മളെല്ലാ ചൊവ്വാഴ്ചയും ചൊവ്വാഴ്ച മുഴുവനുള്ള പുഷ്പാഞ്ജലികൾ അത് നേരത്തെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പേരിൽ അത് മഹാദേവന്, വൈദ്യനാഥനായിട്ടുള്ള മഹാദേവന് ആ പുഷ്പാഞ്ജലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ.
മംഗല്യഭാഗ്യം തടസ്സപ്പെടുന്നവർ പട്ടും താലിയും സമർപ്പിക്കുന്നതും ദാമ്പത്യ തടസ്സങ്ങൾ നീക്കുവാൻ മഞ്ഞൾ പൊടി അർപ്പിക്കുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. 12-ാം ദിവസം രാത്രി അറയുടെ വാതിൽ വീണ്ടും അടയ്ക്കുന്നതോടെ അടുത്ത ഒരു വർഷത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീപാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ജനുവരി 2-നാണ് ആരംഭിച്ചത്. വൻ ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും സൗകര്യപൂർവ്വം ദേവീ ദർശനം നടത്താനുള്ള സൗകര്യം ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് ദേവീ ദർശനം നടത്തുന്നതിന് വേണ്ടി വെർച്വൽ ക്യൂ സംവിധാനവും ജനറൽ ക്യൂ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സംവിധാനങ്ങളോട് എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണമെന്ന് ക്ഷേത്ര ട്രസ്റ്റിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ദേവീ ദർശനത്തിന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ വഴിപാട് സാധനങ്ങളും കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ദേവിയുടെ പ്രധാന വഴിപാടായ മഞ്ഞൾ പറ നിറയ്ക്കുന്നതിനുള്ള സൗകര്യം ദേവിയുടെ നടയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മഹാദേവൻ്റെ പ്രധാന വഴിപാടായ എള്ളുപറ നിറയ്ക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ദേവീ ദർശനം കഴിഞ്ഞു വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം നടത്തുന്നതിനുള്ള സൗകര്യമുണ്ട്. അത് അന്നദാന മണ്ഡപത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആചാരങ്ങളും വിശ്വാസങ്ങളും ഇഴചേർന്ന് നിൽക്കുന്ന തിരുവൈരാണിക്കുളം കേവലം ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, സ്ത്രീ ശക്തിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകം കൂടിയാണ്. ഭക്തർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അമ്പലം ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാട്ടി കൂടുതൽ സൗകര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത് അത് നമുക്ക് നേടിക്കണം. ഇവിടുന്ന് പോയി കഴിയുമ്പോഴത്തേ ഒരു മനസ്സിലൊരു സന്തോഷമാകും. എല്ലാ വർഷവും തുടർച്ചയായി വരുന്നുണ്ട്. നമ്മൾ പാലക്കാട് കുഴൽമന്നം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പേര് മനോജ് പണിക്കർ, അസ്ട്രോളജറാണ്, ജ്യോതിഷാണ്. ഒരുപാട് ക്ഷേത്രങ്ങളും ഒരുപാട് ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ നേരിട്ട് കാണാനും ദർശിക്കാനൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തിരുവൈരാണിക്കുളത്തെ ഒരു അനുഭവം പറയുന്നത് വളരെയധികം വ്യത്യാസമാണ്. കാരണം വരുന്നവർക്കൊക്കെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം കിട്ടുന്ന ഒരു മഹാക്ഷേത്രം തന്നെയാണ്. എല്ലാവരും വന്ന് എല്ലാവർക്കും മഹാദേവന്റെയും ദേവിയുടെയും അനുഗ്രഹം പരിപൂർണമായിട്ടും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പെരിയാറിന്റെ തീരത്ത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു നീങ്ങുന്ന ഈ 12 ദിനങ്ങൾ ഓരോ വിശ്വാസിക്കും പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത്. ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവത്തിൽ പങ്കുചേരുവാനും ദേവിയുടെ അനുഗ്രഹം തേടുവാനും നിരവധി ഭക്തരാണ് എത്തിയിരിക്കുന്നത്. 12 കൊല്ലമായി ഞാൻ ഇവിടെ സ്ഥിരമായിട്ട്. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന്, ഞാൻ തൃശ്ശൂർക്കാരിയാണ്. എൻ്റെ പേര് രമാമാധവൻ. എൻ്റെ ട്രൂപ്പ് 16 പേര് 19 പേര് ഒക്കെ ആയിട്ട് ഞാനൊരു സെറ്റ് ആൾക്കാരെ വനിതകളെ കൊണ്ട് ഇവിടെ സ്ഥിരം വന്ന് തൊഴുന്ന ആളാണ് ഈ നടതുറപ്പിന്. ട്രസ്റ്റിന്റെ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ അകവൂർ, വെടിയൂർ, വെൺമണി മനയിലെ 3 കാരണവന്മാരും അവരുടെ പ്രതിനിധികളും അടങ്ങിയ 6 പേരും മറ്റു 15 പേരും ചേർന്ന ഒരു ട്രസ്റ്റാണ്. നാട്ടുകാരുടെ 15 പേരും ചേർന്ന ഒരു ട്രസ്റ്റാണ് ഈ ക്ഷേത്രം ഭരിക്കുന്നത്. അങ്ങനെ 21 പേര് കൂടുന്ന ഈ ക്ഷേത്ര ട്രസ്റ്റാണ് ഈ ക്ഷേത്രത്തിന്റെ ഭാവി പ്രവർത്തനങ്ങളിൽ മുൻകൈയെടുക്കുന്നതും ഈ സംവിധാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഈ നേതൃത്വം അതിൽ സെക്രട്ടറി, പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, അധികാരികൾ, മറ്റും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ നടതുറപ്പ് മഹോത്സവം നമ്മൾ നടത്തുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നേരിട്ട് ഇടപെട്ട് നടത്തുന്ന ഒരാഘോഷമാണ്. ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളിലും മറ്റു നേരിട്ട് ഇടപെട്ട് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മുടെ കളക്ടർ ചെയ്തു തരുന്നു. കൂടാതെ നമ്മുടെ MLA, വാർഡ് മെമ്പർമാർ, ശ്രീമൂലാരം പഞ്ചായത്ത്, വാഴക്കുളം പഞ്ചായത്ത്, കാഞ്ഞൂർ പഞ്ചായത്ത്, ഇവിടെയുള്ള എല്ലാ ജനപ്രതിനിധികളും നമ്മോടൊപ്പം സഹകരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ എല്ലാ വർഷവും ഈ ഉത്സവം നടത്തുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വരണേ, അല്ലാതെ വന്ന് തൊഴുതിട്ടുണ്ട്. ഈ 10 ദിവസത്തിന്റെ നടതുറപ്പിൽ ആദ്യമായിട്ടാണ് വരണേ. തിരക്കുണ്ട്, പക്ഷെ അറേഞ്ച്മെന്റ് വളരെ നല്ലതായിരുന്നു. വെർച്വൽ ക്യൂ എടുത്തു,
എന്നാലും നമ്മള് വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. സന്തോഷമായിട്ട് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈം തന്നെയാണ് ഇവിടെ. സന്തോഷമായി തൊഴുതപ്പോ, മനസ്സ് നിറഞ്ഞു ഞങ്ങളുടെ. സന്തോഷം. എല്ലാം നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അറേഞ്ച്മെന്റ് നല്ലതാണ്. എല്ലാ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് സമയമൊക്കെ തന്നുകൊണ്ട് അപ്പോയിന്റ്മെന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഭംഗിയായിട്ട് തൊഴാൻ പറ്റി. താങ്ക് യു സോ മച്ച്. വർഷത്തിലാകെ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ തുറന്ന് ശേഷിക്കുന്ന 12 ദിവസം മാത്രം നട തുറക്കുന്ന ശ്രീ പാർവതി ദേവിയെ കണ്ട അനുഗ്രഹം തേടുവാൻ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് ഇവിടുന്ന് തൊഴുത് ഓരോരുത്തരും മടങ്ങുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ഭാരവാഹികളുടെ പ്രവർത്തനങ്ങളും വളരെ മികച്ചതാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇവിടുന്ന് നമുക്ക് കിട്ടിയ ഓരോ മറുപടിയും. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട് എന്ന് തന്നെയാണ് ഇവരും അവകാശപ്പെടുന്നത്. ക്യാമറാമാൻ അഭിഷേകിനൊപ്പം സൂര്യജലക്ഷ്മി എസ്, ഗ്ലോബോൺ ന്യൂസ്, കൊച്ചി. शिवे सर्वार्थसाधिके